ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോയാലോ? സോയാബീൻ ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സോയാബീൻ ഒന്ന് തിളച്ച് വരുന്നവരെ അടുപ്പത്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു വല്യുള്ളി എടുക്കാം, 2-3 പച്ചമുളക്, ഒരു തക്കാളി, കറിവേപ്പില, ഇതെല്ലാം നന്നാക്കി എടുക്കാം. നമുക്ക് സോയാബീൻ നന്നായി തിളച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിനെ നമുക്ക് വെള്ളം ഊറ്റിക്കളഞ്ഞ് പിഴിഞ്ഞെടുത്ത് വയ്ക്കണം. നമ്മൾ വല്യുള്ളി എടുത്ത് വെച്ചതും വല്യുള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോയ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചട്ടി എടുത്തിട്ട് വയ്ക്കാം. ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ സോയ വെച്ചപ്പോൾ അടുപ്പത്ത് വെച്ചപ്പോൾ ഉപ്പ് ഇട്ടത് കൊണ്ട് പാകത്തിന് ഉള്ളി വഴലാനുള്ളത് ഇട്ടാൽ മതി. ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ലേശം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. കളറിന് വേണ്ടിയിട്ട് ലേശം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളു ഉലുവാപ്പൊടി, കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി മൂപ്പിക്കാം. പൊടി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് വാടി വന്നിട്ട് നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. തക്കാളി വാടാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് കുറച്ചു നേരം വേവിക്കാം. തീ കൂട്ടി വെച്ച് കൊടുക്കാം. തക്കാളി വാടി വന്നിട്ടുണ്ട്. ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. മൂടി വയ്ക്കാം. മൂടി തുറന്ന് നോക്കാം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ഇതാക്കി തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലാം നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ നല്ലോണം ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇറച്ചി
ഇറച്ചി മീനൊന്നും കൂട്ടാത്ത സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ചോറിനെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതെല്ലാവരും ടേസ്റ്റ് ചെയ്ത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും അറിയിക്കണം. ബൈ.